ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന കാറ്റഗറി ഓഹരികളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ലാർജ് ക്യാപ്പിൽ കുറച്ച് കമ്പനികളുടെ പേര് പറഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, TCS, ഇൻഫോസിസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇങ്ങനെ കുറേ കമ്പനികൾ എക്സാമ്പിൾ വേണ്ടി പറയണതാണ്, അല്ലാതെ ഇത് വാങ്ങാനായിട്ടുള്ള റെക്കമെൻഡേഷനൊന്നുമല്ല. അപ്പം അതിനകത്ത് അങ്ങനത്തെ സജഷൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ അല്ലാതെ കൺസൾട്ട് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ലാർജ് ക്യാപ്പ് ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്കൊരു റിട്ടേൺസിന് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാം എന്ന് പറയാൻ പറ്റും. അപ്പോഴും ഒരു പേഷ്യൻസ് കാണിച്ച് കമ്പനിയുടെ റിസൾട്ടൊക്കെ നോക്കിയതിന് ശേഷം മാത്രം സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയോ അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള റിവ്യൂ റിപ്പോർട്ട്സുകളൊക്കെ വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അതിനെക്കുറിച്ചുള്ള ലോങ് ടൈം വെയിറ്റ് ചെയ്യണോ ഷോർട്ട് ടൈം ആണോ നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്.